മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹന്നായുടെ മുഖം വാട്ടം മാറി. ദൈവത്തിന് സ്തോത്രം. കയീൻ്റെ മുഖം വാടിയിരുന്നു, നെഹമ്യാവിൻ്റെ മുഖം വാടിയിരുന്നു. ഹന്നായുടെ മുഖത്തിൻ്റെ വാട്ടവും കർത്താവ് മാറ്റിക്കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കയീനിൽ പാവം ഉണ്ടായിരുന്നു, കയീൻ്റെ മുഖം വാടിപ്പോയി. അവനിൽ നിന്ന് പാവം മാറിയില്ല, അവൻ്റെ കയ്യിൻ്റെ മുഖത്തിൻ്റെ വാട്ടം നിലനിന്നു. എന്നാൽ നെഹമ്യാവിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞിരുന്നു, നെഹമ്യാവിൽ പാവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നെഹമ്യാവിൻ്റെ മുഖത്തിൻ്റെ വാട്ടം കർത്താവ് മാറ്റിക്കൊടുത്തു. ഹന്ന പാവമില്ലാത്തതായി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, അവളുടെ മുഖത്തിൻ്റെ വാട്ടം കർത്താവ് മാറ്റിക്കൊടുത്തു. പ്രകൃതിയ മച്ചിയായിരുന്നെങ്കിലും ഹന്നയ്ക്ക് അവളുടെ ശരീരത്തിനുള്ളതായ കേട് കർത്താവ് മാറ്റിക്കൊടുത്തു, ശരീരത്തിനുള്ളതായ പോരായ്മ കർത്താവ് മാറ്റിക്കൊടുത്തു. അവളുടെ ഗർഭപാത്രം കർത്താവ് തുറന്നു. എൽക്കാന അതിൻ്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു, യഹോവ അവളെ ഓർത്തു. അടുത്ത വാക്യം. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. മച്ചിയായവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഒരു കുഞ്ഞുണ്ടാകുകയില്ല എന്ന് തീർച്ചപ്പെടുത്തിയിരുന്നവൾ അവൾ കുഞ്ഞിനെ പ്രസവിച്ചു. ഹന്ന ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. അടുത്ത വാക്യം. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങിയെന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. സ്തോത്രം. യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന അനേകർ ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങേണ്ടവരാണ്. നിങ്ങൾക്കുള്ള ജോലി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ പിടിച്ചു വാങ്ങണം. നിങ്ങൾക്കുള്ളതായ നിങ്ങളുടെ കടം മാറ്റുന്നതായ ഭാഗ്യാനുഭവം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾ ചോദിച്ചു വാങ്ങണം, അപേക്ഷിച്ച് വാങ്ങണം. നിങ്ങൾക്കൊരു വീട് വേണം, അത് ദൈവം കരുതിയിട്ടുണ്ട്, നിങ്ങൾ ചോദിച്ചു വാങ്ങണം, പിടിച്ചു വാങ്ങണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊരു ഭാര്യയെ ദൈവം കരുതിയിട്ടുണ്ട്, അവളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാനായിട്ട് ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം കണ്ടിട്ടുണ്ട്, ദൈവത്തോട് ചോദിച്ചു വാങ്ങാൻ കർത്താവിൻ്റെ കയ്യിൽ ആ കുഞ്ഞുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ ആ ശിശു ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ കുഞ്ഞിനെ നിങ്ങൾ കൈനീട്ടി വാങ്ങണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. മുഖം പ്രസന്നമാണ്, വാട്ടം മാറി, സന്തോഷമായി. ആ വീട്ടിൽ ചിരിയുണ്ടായി, ആ വീട്ടിൽ സന്തോഷ തിമിർപ്പുണ്ടായി, ആഘോഷമായി, ആരവാരമായി, സന്തോഷമായി. എൽക്കാനയുടെ വീട് സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ വീടായി മാറി. അവിടെ ഹന്ന ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം കാണുന്നു, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അതേ അധ്യായം 1 ശമൂവേൽ 1:27 വാക്യം നമുക്ക് വായിക്കാം. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹന്ന ഈ ശിശുവിനെ എടുത്തുകൊണ്ട് പുരോഹിതൻ്റെ അടുക്കിലേക്ക് ചെന്നു. പുരോഹിതൻ അത്ഭുതത്തോടെ നോക്കി അവളുടെ മുഖത്തേക്ക്. പണ്ടത്തെ ഹന്നയല്ല, മുമ്പ് വന്ന ഹന്നയല്ല. ഇവളുടെ മുഖം തെളിഞ്ഞിരിക്കുന്നു, മുഖം പ്രസന്നമായിരിക്കുന്നു. പുരോഹിതന് സന്തോഷമായി. അവൾ പറഞ്ഞു, യജമാനെ, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഈ ബാലനായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇങ്ങനൊരു ബാലനെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇങ്ങനൊരു ബാലകനെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. ഞാനവനെ ദൈവത്തിനായി ഞാൻ അർപ്പണം ചെയ്തിരിക്കുന്നു. ദൈവത്തിനായി ഞാൻ വേർതിരിച്ചിരിക്കുന്നു. ഞാനവനെ ദൈവത്തിനായി നിവേദിച്ചിരിക്കുന്നു. അവൻ എന്നും ദൈവത്തിന് നിവേദിതനായിരിക്കും. അവൻ എന്നും യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. നിവേദിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. ഞാനവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി അവനെ യഹോവയുടെ കയ്യിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ ആയിട്ട് ഞാൻ വളർത്തുകയില്ല. ഈ കുഞ്ഞ് നീ തന്ന കുഞ്ഞാണ്, ഇതെൻ്റെ കുഞ്ഞായിട്ട് ഞാൻ വളർത്തുകയില്ല. എൻ്റെ കുഞ്ഞാണ് ശരി,
പക്ഷേ ഈ കുഞ്ഞിനെ ഞാൻ യഹോവയുടെ പൈതലായിട്ട് വളർത്തും, ദൈവ പൈതലായിട്ട് വളർത്തും. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഓരോ മാതാവും ഓരോ പിതാവും ചിന്തിക്കണം, എൻ്റെ കുഞ്ഞിനെ ഞാൻ ദൈവത്തിനായിട്ട് വളർത്തുന്നുണ്ടോ? ദൈവവശത്തേക്ക് തിരിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ കുഞ്ഞ് പരീക്ഷ പാസ്സാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് ഉയർന്ന ഡിഗ്രികൾ കരസ്ഥമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് നല്ല ഉദ്യോഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ശരി, ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, എൻ്റെ കുഞ്ഞ് എൻ്റെ ദൈവത്തിൻ്റെ ഒരു നിവേദിതനായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ ഒരു സ്വന്തമായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ അവകാശങ്ങളിലായി കുഞ്ഞിൽ നിന്ന് ഞാൻ വിട്ടിരിക്കുന്നു. എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, പക്ഷേ ഈ കുഞ്ഞിൽ നിന്ന് എൻ്റെ അവകാശങ്ങളെല്ലാം ഞാൻ വിട്ടിരിക്കുന്നു, അതെല്ലാം യഹോവയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇറ്റ് ഈസ് ഡിവോട്ടഡ് ടു ക്രൈസ്റ്റ്. ദൈവത്തിന് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്നു. ഡിവോട്ടഡ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്നു. ഇവനെ നിവേദിച്ചിരിക്കുന്നു, ഇവനെ ഞാൻ അർപ്പണം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നാം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് തെറ്റ് കാണുമ്പോൾ നാം അവരെ സ്നേഹത്തോടെ ശാസിക്കണം, സ്നേഹത്തോടെ ഉപദേശിക്കണം. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ പറയും, അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ണിനെ തോട്ടിലെത്തിയ കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴിയും കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പനെ നിന്ദിക്കുന്നവരുണ്ട്, അപ്പനെയും അമ്മയെയും പരിഹസിക്കുന്നവരുണ്ട്, അമ്മയെ പുച്ഛിക്കുന്നവരുണ്ട്, അമ്മയുടെ ഭക്തിയെ കളിയാക്കുന്നവരുണ്ട്, അപ്പൻ്റെ ഭക്തി ജീവിതത്തെ ഒരു പോരായ്മയായിട്ട് കാണുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ശാപകരമായ കാര്യങ്ങളാണ്. നിങ്ങളുടെ തലമേൽ ഭയങ്കരമായ ശാപങ്ങൾ വരുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിച്ചു കൊള്ളുക, മാതാപിതാക്കളെ നിങ്ങൾ ആദരിച്ചു കൊള്ളുക. മാതാപിതാക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും അധികമായി നിങ്ങൾ ആദരിക്കുകയും നിങ്ങൾ പൂജിക്കുകയും ചെയ്യേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അവരെ വിനയപൂർവ്വം നിങ്ങൾ അനുസരിക്കേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വിദ്യാഭ്യാസം അവർക്കില്ലായിരിക്കും, നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസം അപ്പനും അമ്മയ്ക്കും ഇല്ലായിരിക്കും, നിങ്ങളുടെ അത്രയും കഴിവില്ലായിരിക്കും, നിങ്ങൾക്കുള്ള ലോകപരിചയമൊന്നും അപ്പനും അമ്മയ്ക്കും ഉണ്ടായിന്ന് വരികയില്ല. പക്ഷേ ഏതെല്ലാം തരത്തിൽ കുറവുള്ളവരാണെങ്കിലും അപ്പനെയും അമ്മയും ആദരിച്ചു കൊള്ളുക, ബഹുമാനിച്ചു കൊള്ളുക, അനുസരിച്ചു കൊള്ളുക. വാക്യം വായിക്കും, സദൃശവാക്യങ്ങൾ 30:17. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പെറുക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴിയും കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. ഏതാണ് ഈ കഴിയും കുഞ്ഞുങ്ങൾ? തോട്ടരികത്തെ കാക്ക ഏതാണ്? അതെല്ലാം ദുരാത്മാക്കളാണ്, ദുഷ്ടാത്മാക്കളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കൂ, ദുരാത്മാക്കൾ ഈ ആയാറിൽ പതിയിരിക്കുന്നുണ്ട്. ഈ അന്തരീക്ഷത്തിൽ നിറയെ ദുഷ്ടാത്മാക്കളുണ്ട്, നാം ഒന്നും അറിയുന്നില്ല. ഈ ദുരാത്മാക്കൾ നമ്മെ കെടുതിയിലാക്കുവാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം നമ്മുടെ മനസ്സ് അലസമായിരിക്കുമ്പോഴും ദുഷ്ടാത്മാക്കൾ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവനെ വിഴുങ്ങേണ്ടതെന്ന്, എങ്ങനെയാണ് ഇവിടെ നശിപ്പിക്കേണ്ടതെന്ന്. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ പിശാചുക്കൾ ചുറ്റും വട്ടം കൂടും. ഈ കുഞ്ഞിനെ തട്ടിയെടുത്താൽ അമ്മയും അപ്പനെയും വീഴിക്കാമല്ലോ എന്നാണ് പിശാചുക്കൾ കാണുന്നത്. ഈ കുഞ്ഞിനെ, ഈ മോനെ അല്ലെങ്കിൽ ഈ മോളെ തട്ടിയെടുത്താൽ അവരെ നശിപ്പിക്കുന്നതിൽ കൂടെ അപ്പനമ്മയും നിരാശയിലാകും, ദുഃഖത്തിലാകും. അപ്പോൾ അപ്പനെയും അമ്മയും പിടികൂടാമല്ലോ എന്നാണ് പിശാച് കാണുന്നത്. എന്നാൽ അപ്പനമ്മയും ഉറച്ചു നിൽക്കേണ്ടതാണ്, ധൈര്യത്തോടെ നിൽക്കേണ്ടതാണ്. ഒട്ടും അധൈര്യം വേണ്ട, ഒട്ടും ഭയപ്പെടേണ്ട. മക്കൾ കർത്താവിന് വേണ്ട എന്ന് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ മക്കളെ കഠിനമായി ശാസിക്കണം, അല്ല ശിക്ഷണം കൊടുക്കാൻ നിങ്ങൾ മടിക്കരുത്. ദൈവത്തിന് സ്തോത്രം. മക്കളെ കൂട്ടത്തല്ല് തല്ലണമെന്നല്ല ഈ പറഞ്ഞത്. ശിക്ഷണം കൊടുത്ത് വളർത്തണം മക്കൾക്ക്. നല്ല ഡിസിപ്ലിൻ, നല്ല അച്ചടക്കത്തിൽ വളർത്തണം മക്കളെ, നല്ല അച്ചടക്കത്തിൽ വളർത്തണം. കാരണം ഈ മകൻ യഹോവയ്ക്ക് നിവേദിതനാണ്, ഡിവോട്ടഡ് ടു ഗോഡ്, ദൈവത്തിന് ഡിവോട്ടഡാണ്. ആ ഒരു ചിന്ത വേണം നിങ്ങൾക്ക്. ഇത് എനിക്ക് ദൈവം ദാനമാണ്, പക്ഷേ എൻ്റെ മകൻ ദൈവത്തിന് നിവേദിതനാണ്, ഡിവോട്ടഡാണ്. ദൈവത്തിന് ശബ്ദാർപ്പിതമായി അർപ്പിതമായ എൻ്റെ മകൻ കർത്താവിന് നിരക്കുന്ന വഴിയിലേ നടക്കാവൂ. എൻ്റെ മകൾ കർത്താവിന് ചേരാത്ത വഴിയിൽ നടക്കരുത്. മക്കളെ നേരായ വഴിയിൽ നടത്തണം. നിങ്ങളുടെ മക്കളെക്കുറിച്ച് കരയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് അനേകം കുടുംബങ്ങളിലും മക്കൾ പരിഹാസികളായി തീർന്നിരിക്കുന്നു. മക്കൾ ലോക ഇമ്പങ്ങളിലേക്ക് പോകുന്നു. മക്കൾ അരുതാത്ത ചില കൂട്ടുകെട്ടിൽപ്പെട്ട് നശിക്കുന്നു. പ്രായമാകുന്നതിന് മുമ്പ് അപ്പനെയും അമ്മയും അനുസരിക്കാതെ വൃത്തികെട്ട ജീവിതത്തിലേക്ക് ഇറങ്ങി പോകുന്ന മക്കളുണ്ട്. അപ്പനും അമ്മയും ഒരു വിലയും കൊടുക്കാത്ത മക്കളുണ്ട്. അതെല്ലാം ദോഷമാണ്, അപകടമാണ്. പ്രിയപ്പെട്ടവരെ, ഇനി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു കരുതൽ വേണം. അവരെ നിങ്ങൾ സ്നേഹിക്കണം. അവരെ സ്നേഹിക്കുന്നത് അവരെ ശിക്ഷിച്ചാണ്, അവരെ സ്നേഹിക്കുന്നത് അവരെ ശാസിച്ചാണ്, അവരെ സ്നേഹിക്കുന്നത് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാണ്. മടിക്കേണ്ട, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. നിങ്ങളുടെ സ്നേഹമാണത്.
യഥാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ തെറ്റുകളുടെ ചൂണ്ടിക്കാണിക്കും. ദൈവം തന്ന മോനാണ്, ദൈവം തന്ന മോളാണ് ഈ മോൻ ദൈവത്തിന് നിവേദിതനായിരിക്കുന്നു. ഇനി ദൈവം തന്ന ഈ കുഞ്ഞ് ദൈവത്തിന് നിവേദിതനായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകം മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് അലംഭാവമുള്ളവരാണ്, കംപ്ലൈസൻറ്റ്, അലംഭാവമുള്ളവരാണ്. മക്കളെക്കുറിച്ചൊരു വേദനയും ഇല്ലാത്തവരാണ്. മക്കൾ എങ്ങോട്ട് പോകുന്നുള്ളതിനെക്കുറിച്ച് ചിന്തയില്ലാത്തവരാണ്. മക്കളെക്കുറിച്ച് അല്പം പോലും ഒരു ദാഹമില്ലാത്തവരാണ്. മക്കൾ നന്നായി വരണം എന്നുള്ള ചിന്തയില്ല. മക്കൾ പഠിക്കണം, പഠിച്ചു ഉയരണം, ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, അതല്ലെങ്കിൽ വലിയ IAS ഓഫീസറാകണം എന്നൊക്കെ പറയുന്ന മാതാപിതാക്കളുണ്ട്. ആഗ്രഹങ്ങളൊക്കെ നല്ലത് തന്നെ ആയിക്കൊള്ളൂ. പക്ഷേ ഈ മക്കൾ എൻ്റെ കർത്താവിനെ അറിയണമെന്ന് ആഗ്രഹിക്കണം. എൻ്റെ ഈ മക്കൾ കർത്താവിനെ അറിയുന്നവരായി തീരണമെന്ന് ആഗ്രഹിക്കണം. എൻ്റെ ഈ മക്കൾ കർത്താവിൻ്റെ സ്നേഹം അറിയുന്നവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. മക്കൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങൾ മക്കൾ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് നീ തരുന്ന പ്രജ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ഒരു ദാസിയായി, ഒരു ദാസനായി തീരണം കർത്താവേ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വൈവാഹിക ജീവിത ബന്ധത്തിലേക്ക് വരാൻ. ദൈവത്തിന് സ്തോത്രം. ജീവിതം കളിയല്ല, കളിയാക്കി കളയാനുള്ളതല്ല. ജീവിതം വിലപ്പെട്ടതാണ്, ജീവിതം മൂല്യവത്താണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട് വേണം. സദസ്യവാക്യങ്ങൾ 30-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണത്? അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. അഹങ്കാരം, മോനഹങ്കാരം, മോൾക്ക് അഹങ്കാരം. ഒരല്പം ഫിസിക്സ് പഠിക്കുമ്പോഴേക്കും, ഒരല്പം കെമിസ്ട്രി പഠിക്കുമ്പോഴേക്കും അങ്ങ് അഹങ്കാരത്തിൽ അങ്ങ് മുതിർന്നു വന്നു. അങ്ങേറ്റം കയറിയെന്ന വിചാരം. സയൻറ്റിസ്റ്റ് ആകാനുള്ളത് എല്ലാ യോഗ്യതയും നേടിയതാണ് വിചാരം. പ്രിയപ്പെട്ടവരെ, മക്കൾ നാനാവിധമായി പോകാനിട വരുത്തരുത്. അപ്പനെ പരിഹസിക്കുന്നു, അപ്പനെ ശപിക്കുന്നു, അമ്മയെ അനുഗ്രഹിക്കുന്നില്ല, പകരം അമ്മയെ ശപിക്കുന്നു, അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും, തങ്ങൾക്ക് ശരിയാണ്, ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിചാരം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്നതും കാണിക്കുന്നതെല്ലാം ശരിയാണെന്നാണ് ഈ പിള്ളേർ വിചാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും പഠിക്കുമ്പോൾ അവർ 2ാം വർഷം ആകുമ്പോഴേക്കും പിന്നെ വരുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ റാഗ് ചെയ്യുന്നു. എന്തൊരു ശാപകരമായ കാര്യമാണിത്. പാവം എലിക്കുഞ്ഞു പോലെ വിറച്ചുകൊണ്ട് പാവം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൽ നിന്ന് വിറയ്ക്കുന്നു, വിഷമിക്കുന്നു. അവരുടെ പുറത്ത് ബ്ലേഡ് കൊണ്ട് അവരുടെ പേരെഴുതുന്നു. എഴുതുന്നതിന് സുഖമല്ലേ, അവൻ്റെ ചെയ്തൊന്നുമില്ലല്ലോ. ബ്ലേഡ് കൊണ്ട് ഈ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റെ പുറത്ത് പേരെഴുതുന്നു. ചോര പൊടിച്ച് വരുന്നു. പ്രിയപ്പെട്ടവരെ, അവനെക്കൊണ്ട് തീപ്പെട്ടിക്കോല് കൊണ്ട് ആ കോളേജിൻ്റെ ചുറ്റും എണ്ണാൻ പറയുന്നു. എത്ര തവണ എണ്ണിയെന്ന് തീപ്പെട്ടിക്കോല് കൊണ്ട് അളക്കണം. അതുകൊണ്ട് ഇരിക്കാൻ പറയുന്നു. ഇരിക്കാൻ കസേരയില്ല ഇരിക്കെന്നാണ് പറയുന്നത്. പാവം ഈ കൊച്ചൻ പേടിച്ച് വിറയ്ക്കുന്നു. എങ്ങനെ ഇരിക്കും? കസേരയില്ലാതെ ഇരിക്കുന്നത് പോലെ അഭിനയിക്കണം. എത്ര വേദനാകരമായ കാര്യമാണ്. ഇതുപോലെ എന്തെല്ലാം പുറത്ത് പറഞ്ഞാൽ വേദനാകരമാണ്, ലജ്ജാകരമാണ്, ജുഗുപ്സാവഹമാണെന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത്യന്തം ലജ്ജാകരമായ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നു, നഗ്നരായി നിർത്തുന്നു. പിന്നെ പറയാൻ ഉള്ള വാക്കുകൾ ഞാനിപ്പോൾ പറയുന്നില്ല. സഹോദരങ്ങളെ, ഈ റാഗ് ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് വിചാരം. മക്കളുടെ മക്കളും തലമുറകൾ ശവിക്കപ്പെടുകയാണ്, അറിയുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം ഒരു രസമാണ്, ഒരു കളിയാണ്. എന്നാൽ ഒരു സമയത്ത് നിങ്ങൾ കൈകാലിട്ടടിച്ച് കരയേണ്ട സമയം വരും. ദൈവത്തിന് സ്തോത്രം. മക്കളെ നേർവഴിക്ക് നടത്തുക, മക്കളെ ചൊവ്വായിട്ട് നടത്തുക, മക്കളെക്കുറിച്ച് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുക, മക്കൾക്ക് വേണ്ടിയെന്നും പ്രാർത്ഥിക്കുക, മക്കളുടെ ആത്മീയമായ കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് അതിവേദന വരിക. അവരെ കർത്താവിലേക്ക് തിരിക്കുവാൻ നിങ്ങൾ അത്യന്തം പ്രയത്നിക്കുക. അവരെ നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് ആനയിക്കുക, വചനം കേൾക്കാൻ നിങ്ങൾ ഉത്സാഹിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു മകനെ കിട്ടി, ആ മകനെ ദൈവത്തിന് അർപ്പിച്ചു. സ്തോത്രം. ഒരു കുഞ്ഞിനെ കിട്ടി. എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയാൽ ദൈവത്തിൻ്റേതാണ്, അങ്ങനെ കാണണം. എനിക്ക് ഒരു ശിശുവിനെ കിട്ടിയാൽ ദൈവത്തിൻ്റേതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലങ്ങളിൽ എൻ്റെ മനസ്സിൽ കൂടി പോകുന്നൊരു ചിന്ത, എന്തൊരു അത്ഭുതമാണ് ഒരു കുഞ്ഞ് പിറക്കുക എന്നുള്ളത്. ആരോഗ്യമുള്ള ഒരു കുഞ്ഞ്, മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള കുഞ്ഞ് കിട്ടുക എന്നുള്ളത് എന്തോ ഒരു അത്ഭുതമാണ്. ദൈവത്തിൻ്റെ മഹത്തായ ദാനമാണൊരു ശിശു. ദൈവത്തിന് സ്തോത്രം. നിസ്സാരമല്ല.
ഒരു കുഞ്ഞിനെ കിട്ടുന്നത്ര നിസ്സാര കാര്യമല്ല. പഴയ കാലത്തെ പോലെയല്ല. ഇപ്പോൾ കാലങ്ങൾ മുന്നോട്ട് പരിഷ്കാരം വർദ്ധിച്ചപ്പോൾ പല രീതിയിലുള്ളതായ പരിഷ്കാരത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഇന്ന് ഒരു കുഞ്ഞ് പിറക്കുക എന്നുള്ളത് അസാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞ് പിറക്കുക എന്നുള്ളത് വളരെ ദുസ്സാധമാണ്, പ്രയാസമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയെങ്കിൽ ദൈവം തന്ന നിധിയാണെന്ന് ഓർത്തുകൊള്ളണം. ദൈവം തന്ന നിധി, ദൈവത്തിന് സ്തോത്രം, ദൈവം തന്ന ദാനം, ആ നിധി നിങ്ങൾ പരിപാവനമായി സൂക്ഷിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളില്ലാത്തൊരു ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളോട് ഞാൻ പറയട്ടെ, സ്നേഹത്തോട് പറയട്ടെ, ഹന്നായെ ഓർത്തൊരു ദൈവമുണ്ട്, ഹന്നായുടെ പ്രാർത്ഥന കേട്ടൊരു ദൈവമുണ്ട്, ഹന്നായുടെ അപേക്ഷ കേട്ടൊരു ദൈവമുണ്ട്, ഹന്നയ്ക്കൊരു മകനെ കൊടുത്ത ദൈവമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു കുഞ്ഞിനെ തരണമേ, ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു കുഞ്ഞിനെ തരണമേ. കർത്താവേ നീ എനിക്ക് പ്രജയെ തരണമേ. എൻ്റെ കർത്താവേ എനിക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള ഭാഗ്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. അനേകം ഗർഭധാരണങ്ങളുണ്ടായി, പക്ഷേ എല്ലാം അബോർഷനായി പോയ അനേകം സ്ത്രീകളുണ്ട്, അബോർട്ട് ചെയ്തു പോകുന്നു. ഒരു കുഞ്ഞ് വയറിൽ ഉരുവായിട്ട് അതിനെ പുറത്ത് ആരോഗ്യമുള്ള കുഞ്ഞായി കിട്ടുന്നതിന് വലിയൊരു അത്ഭുതമാണ്. അതിനകം എന്തെല്ലാം കുഴപ്പങ്ങൾ സംഭവിക്കാം. സഹോദരങ്ങളെ, ഓരോരുത്തരും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളതായ ഭാരം നമുക്ക് വരേണ്ടിയിരിക്കുന്നു. മോൻ പഠിച്ചു, നല്ല ഉയർന്ന ഡിഗ്രികൾ സമ്പാദിച്ചു, മോൻ ജോലി കിട്ടി, അതിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട്, നല്ലത്. പക്ഷേ നിങ്ങൾ ഓർക്കണം, എൻ്റെ കുഞ്ഞ് എൻ്റെ കർത്താവിനെ അറിയുന്നുണ്ടോ? എൻ്റെ കുഞ്ഞ് എൻ്റെ യേശുവിനെ അറിയുന്നുണ്ടോ? എൻ്റെ കുഞ്ഞ് എൻ്റെ യേശുവിനെ വിളിക്കുന്നുണ്ടോ? എൻ്റെ കുഞ്ഞ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയുമായി വരുന്നുണ്ടോ? നിങ്ങൾ നോക്കണം, ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഹന്ന ശമൂവേലിനെ ദൈവത്തിന് നേർന്നു. ദൈവത്തിന് സ്തോത്രം. 26 അവൾ അവനോട് പറഞ്ഞത്, യജമാനെ യജമാനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. ദേവാലയത്തിലേക്ക് ചെന്നു. കുഞ്ഞിനെയും കരത്തിലേന്തിക്കൊണ്ട് ദേവാലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിൽ ചെന്ന് ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്ന് അവൾ അവനോട് പറഞ്ഞു, യജമാനാണ്, ഞാൻ ആണയിട്ട് പറയുന്നു, യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. അന്നൊരിക്കൽ ഏതാണ്ട് 1 വർഷം മുൻപ് ഇവിടെ ദേവാലയത്തിൽ വന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് നിന്നിരുന്നത് അങ്ങ് ഓർക്കുന്നുണ്ടോ? ആ സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഇങ്ങനൊരു കുട്ടിയെ കിട്ടുവാനായിട്ട്, ഒരു ബാലനെ കിട്ടുവാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. സ്തോത്രം. അതൊരു സത്യസാക്ഷ്യമാണ്. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ ദൈവത്തിന് കൊടുത്തിരിക്കുന്നു. ദൈവം തന്ന ദാനമാണ്, ദൈവത്തിന് കൊടുത്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ തന്നു, ശരി. അല്ല വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നമുക്ക് ആരോഗ്യം തന്നു, ശരി. ഈ ആരോഗ്യം ദൈവത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. നമുക്ക് ആയുസ് നീട്ടി തന്നു, ശരി. ഈ ആയുസ് ദൈവത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. നമുക്ക് പൈസ കയ്യിൽ തന്നു, ശരി. ആ പൈസ എൻ്റെയല്ല, എൻ്റെ യേശുവിൻ്റേതാണ്. അത് യേശുവിനോട് ഞാൻ ചോദിച്ച് കർത്താവ് പ്രസാദിക്കുന്ന പോലെ ചെലവഴിക്കാനുള്ളതാണ്. അല്ലാതെ എനിക്ക് ചെലവഴിക്കാൻ എനിക്ക് അവകാശമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു 10 പൈസ ചെലവഴിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം പ്രസാദിക്കണം. ഇതായിരിക്കണം നമ്മുടെ സമർപ്പണം, ഇതായിരിക്കണം നമ്മുടെ തീരുമാനം. ഞാൻ ഒരു 10 രൂപ ഏതെങ്കിലും കാര്യത്തിൽ ചെലവഴിക്കുമ്പോൾ എൻ്റെ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ നീ പ്രസാദിക്കുന്നത് പോലെ മാത്രമേ ഞാൻ ചെലവഴിക്കുകയുള്ളൂ. നിൻ്റേതാണ് രൂപ. നീ എന്നെ അത് ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നെ ഈ രൂപ സൂക്ഷിപ്പാൻ നീ ഏൽപ്പിച്ചിരിക്കുന്നു, അത് നിൻ്റെയാണ്. എൻ്റെ വീട് എൻ്റെയല്ല, അത് നിൻ്റെയാണ്. നിനക്കും നിൻ്റെ മക്കൾക്കും വന്ന് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള വീടാണ്, ഇതെൻ്റെയല്ല. സ്തോത്രം. ഇതാണ് നമ്മുടെ സമർപ്പണം. ഇങ്ങനെ സമർപ്പിക്കാൻ സാധിക്കണം. കർത്താവേ, എൻ്റേതെന്ന് ഞാൻ കരുതുന്നതെല്ലാം ഇനി എൻ്റെയല്ല, നിൻ്റേതാണ്. ഇത് നിനക്ക് തന്നിരിക്കുന്നു. ഞാൻ സ്വമനസ്സാലെ തന്നിരിക്കുന്നു. ഒരു വലിയ അത്ഭുത സംഭവം പോലെ ഞാൻ തന്നിരിക്കുന്നു. കർത്താവേ, ഒരു അപൂർവ സംഭവം പോലെ ഞാൻ ഇത് തന്നിരിക്കുന്നു, നിൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് എന്തെല്ലാം ഉണ്ടോ എല്ലാം ദൈവത്തിന് കൊടുക്കൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ രൂപ കൊടുക്കാനുള്ള കാര്യമല്ല പറഞ്ഞത്, കൊടുക്കാം. ഈ രൂപ മുഴുവൻ എൻ്റെയല്ല, മുഴുവൻ യേശുവിൻ്റേതാണ്. കർത്താവ് തന്നിട്ടാണ് ഇതെൻ്റെ കയ്യിൽ വന്നത്. ദൈവത്തിന് സ്തോത്രം. ഉടയമ്പരാൻ തന്നിട്ടാണ് ഇതിൻ്റെ കയ്യിൽ വന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് സൂക്ഷിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് കർത്താവ് കാണുമ്പോൾ ഇത് കർത്താവ് തിരികെ എടുത്തു കളയും. ഇത് സംരക്ഷിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് കർത്താവ് കാണുമ്പോൾ ഈ രൂപ എൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് മാറ്റിക്കളയും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉള്ളത് എന്തെല്ലാം ഉണ്ടോ എല്ലാം ദൈവത്തിൻ്റേതെന്ന് നിങ്ങൾ കാണുക. ദൈവത്തിൻ്റേത്.
എൻ്റേതൊന്നുമില്ല, എല്ലാം ദൈവമേ നിൻ്റേത്. എല്ലാം നിൻ്റെ മഹത്വത്തിനായിട്ട് ഞാൻ ചെലവഴിക്കും. നിൻ്റെ മഹത്വത്തിനായിട്ട് കർത്താവേ, നിൻ്റെ മക്കളുടെ സൗകര്യത്തിനായിട്ട്, അവരുടെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ ചെലവഴിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിൻ്റെ മക്കൾക്ക് വേണ്ടി, നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇത് ഞാൻ ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ്. കർത്താവേ, അത് നീ പറയുന്ന പോലെ ഞാൻ ചെലവഴിക്കും. നീ കാണിച്ചു തരുന്ന പോലെ ഞാൻ ചെലവഴിക്കും. അവിടെ മതഭേദം കൂടാതെ ഞാൻ ചെലവഴിക്കും. സമുദായ ഭേദം കൂടാതെ ഞാൻ ചെലവഴിക്കും. സഭാഭേദം കൂടാതെ ഞാൻ ചെലവഴിക്കും. മതമേതാണ് ഞാൻ നോക്കുകയില്ല. വരുന്നത് ഏത് ജാതിക്കാരനാണ് നോക്കുകയില്ല. കർത്താവെ, വേദനിച്ചൊരുവൻ വരികയാണോ, അത്യാവശ്യക്കാരനായൊരു വരികയാണോ, കർത്താവെ, ഞാൻ നിന്നോട് ചോദിച്ചിട്ട് ഞാൻ എടുത്തു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയല്ലേ വരേണ്ടത്? ഇങ്ങനെയെല്ലാം തീരുമാനം വരണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കയ്യിൽ 10 പൈസ വരുന്നത് ദൈവം പ്രസാദിക്കാതെ വരരുത്. നമ്മുടെ കയ്യിൽ നിന്ന് 10 പൈസ ചെലവഴിക്കുന്നത് ദൈവം പ്രസാദിക്കാതെ ചെലവഴിക്കരുത്. ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം, ദൈവം പ്രസാദിക്കുന്ന ആകെ അനുഗ്രഹകരമായൊരു ജീവിതം, അതാണ് നമുക്ക് വേണ്ടത്. ഹന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. സ്തോത്രം. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞു. 2-ാം അധ്യായം ദൈവം കൃപ ചെയ്താൽ നമുക്ക് മറ്റൊരവസരത്തിൽ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞ ആ പ്രാർത്ഥന പുതിയ നിയമത്തിലെ കന്യമറിയാവും പറയുന്ന ആ പ്രാർത്ഥന പോലെ വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. രണ്ടും ഏതാണ്ട് തുല്യമായ പ്രാർത്ഥനയാണ്, ഏതാണ്ട് ഒരുപോലുള്ള പ്രാർത്ഥനയാണ്. ലൂക്കോസിന് ശേഷം 1-ാം അധ്യായത്തിൽ കന്യമാതാവ് പറയുന്ന പ്രാർത്ഥന പോലെ, ഇതാ എൻ്റെ ഉള്ള യഹോവയിൽ ആനന്ദിക്കുന്നു പറയുന്നതായ പ്രാർത്ഥന പോലെ, അതുപോലുള്ളതായ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതിന് ഹന്നായി അതിന് ഉദാഹരണം കാണിച്ചിരിക്കുന്നു. നമുക്ക് ഹന്നായുടെ ആ പ്രാർത്ഥന പിന്നീട് നമുക്ക് പഠിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കൃപ ചെയ്യട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നമുക്ക് വേണ്ടി കുരിശിൽ പടഞ്ഞ് മരിച്ച കർത്താവായ യേശു ക്രിസ്തു, നമുക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ കർത്താവായ യേശു ക്രിസ്തു ഇത് നമ്മുടെ അരികത്തു നിന്ന് കൈ നീട്ടുന്നു. സ്തോത്രം. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. എൻ്റെ മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. കർത്താവ് ഇതേ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ രൂപ കാണിക്കണമെന്ന് കർത്താവ് പറയുന്നില്ല. നിങ്ങൾ സംഭാവന കൊടുക്കണമെന്ന് കർത്താവ് പറയുന്നില്ല. നിങ്ങളെന്ത് ചെയ്യണമെന്നൊന്നും കർത്താവ് പറയുന്നില്ല. നിങ്ങൾക്കിഷ്ടം പോലെ ചെയ്യാം, നിങ്ങൾക്കിഷ്ടം പോലെ ചിലവഴിക്കാം. ഒന്നിലും കർത്താവ് കരം വയ്ക്കുന്നില്ല, കർത്താവ് നിയന്ത്രിക്കുന്നില്ല. പക്ഷേ ദൈവഹിതപ്രകാരമാണോ എന്ന് നിങ്ങൾ സ്വയം ശോധന ചെയ്യണം. ചെലവഴിക്കുന്നതും വരവുണ്ടാകുന്നതെല്ലാം ദൈവഹിതമാണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം, തന്നെ ചിന്തിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സമയം വരും, പിന്നെ തിരുത്താൻ ഒക്കുകയില്ല. അവസാന നാളിൽ, കണക്ക് തീർക്കുന്ന നാളിൽ വന്ന് യജമാനൻ കണക്ക് നോക്കുമ്പോൾ അപ്പോൾ നീ കുറ്റവാളിയായി തീരാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നിൻ്റെ കയ്യിൽ വരുന്ന പൈസകളെല്ലാം നീ എങ്ങനെ ചെലവഴിക്കണമെന്ന് നീ തന്നെ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ സമയം നിൻ്റേതല്ല, നിൻ്റെ ഭവനം നിൻ്റേതല്ല, നിൻ്റെ ആയുസ് നിൻ്റേതല്ല. സ്നേഹിത, നിൻ്റെ ജീവിതത്തിലെ നിനക്കുണ്ടായെന്ന് തോന്നുന്നതെല്ലാം ഒന്നും നിൻ്റേതല്ല, യേശുവിൻ്റേതാണ്. ദൈവത്തോട് നിങ്ങൾക്ക് പറയാം, കർത്താവ്, ഈ ശരീരം നിൻ്റേതാണ്, നിനക്ക് വസിക്കാനുള്ള ആലയമാണിത്. നിത്യപരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ളതായ ആലയമാണിത്. ഈ ആലയം അശുദ്ധമാക്കാൻ പാടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇനിമേൽ ഈ ശരീരത്തെ അശുദ്ധമാക്കുകയില്ല. കർത്താവേ, ഞാൻ തീരുമാനിക്കുന്നു, ഇനിമേൽ ഈ ശരീരത്തെ അശുദ്ധമാക്കാൻ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ കരുണയുള്ള കർത്താവേ, ഇപ്പോൾ ഞാൻ തിരുമുമ്പാകെ തീരുമാനമെടുക്കുന്നു. കർത്താവേ, ഈ ശരീരം നിൻ്റേതാണ്. നിൻ്റെ തിരുശരീരക്തങ്ങൾ വഹിക്കാനുള്ളതാണ്, വഹിക്കുന്നതാണ്. നിൻ്റെ ശരീരം പോലെ എൻ്റെ ശരീരമായി തീരണം, നിൻ്റെ രക്തം പോലെ എൻ്റെ രക്തമായി തീരണം. അങ്ങനെ നിൻ്റെ തിരുശരീരവും തിരുരക്തവും എന്നിൽ ലയിക്കണം, എന്നിൽ അലിഞ്ഞു ചേരണം. അങ്ങനെ നാഥ, ഞാനും നീയും ഒന്നായി തീരുന്ന ആ ശ്രേഷ്ഠമായ സായുജ്യ അനുഭവം എനിക്ക് തരണം. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. സാക്ഷാത്തായ മോക്ഷത്തിൻ്റെ ആ സായുജ്യം അനുഭവിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരവും കർത്താവിന് വിട്ടു കൊടുക്കുക, നിങ്ങളുടെ ഭാവി കർത്താവിന് വിട്ടു കൊടുക്കുക. ആയുസ് തന്നത് നീയാണ്, നീ തന്നിട്ടാണ് ഈ ആയുസ് നീണ്ടു കിട്ടിയത്. ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ അപ്പുറം മണ്ണിടയിലേക്ക് ആയി പോകുമായിരുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, ഇപ്പോൾ നിൻ്റെ കൃപയാൽ എനിക്ക് ആയുസ് നീട്ടി തന്നു. എത്രത്തോളം എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവേ. ഒരു നിമിഷം എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രം, അല്ല ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രം. കർത്താവേ, എനിക്കുള്ളതെല്ലാം എൻ്റേതെല്ലാം യേശുവേ നിൻ്റേത് സമർപ്പിക്കുമോ? നിങ്ങൾ ഇപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? എനിക്കുള്ള ജോലി, എനിക്കുള്ള വരുമാനം, എനിക്കുള്ള ശമ്പളം എല്ലാം യേശുവേ എൻ്റേതല്ല, നിൻ്റേതാണ്. എനിക്കുള്ള പെൻഷൻ എൻ്റേതല്ല, നിൻ്റേതാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഒട്ടും മടിക്കാതെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സ്വതന്ത്രമാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കയ്യിലുള്ളതെല്ലാം യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾ കൈകൂപ്പിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കൂ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ നിങ്ങൾ ആരാധിക്കൂ. ഹല്ലേലൂയ. യേശുവിനെ നിങ്ങൾ ആരാധിക്കൂ. കൈകൂപ്പിക്കൊണ്ട് അവനോട് പറയൂ, കർത്താവേ, എൻ്റെ കഥ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, എൻ്റേതെല്ലാം നിൻ്റേത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ തീരുമാനത്തോടുകൂടി നിങ്ങൾ ഇരുകരവും നിങ്ങൾ ഉയർത്തൂ. ദൈവത്തിന് സ്തോത്രം. ഇരുകരവും ഉയർത്തിക്കൊണ്ട് യേശുവിനോട് പറയൂ, കർത്താവേ, ഇനി ഞാൻ എൻ്റെയല്ല നിൻ്റേതാണ്. ഇനി എനിക്കുള്ളവനല്ല നിനക്കുള്ളവനാണ്. യേശുവേ, ഇനി എൻ്റെ മേൽ എനിക്ക് അവകാശമില്ല, എൻ്റെ മേൽ
മേലുള്ള അവകാശം മുഴുവൻ യേശുവെ എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച് രക്തം ചിന്തിയ എൻ്റെ യേശുവിനാണ്. ഹല്ലേലൂയ. എൻ്റെ യേശുവിനാണ് എൻ്റെ മേലുള്ള അവകാശം. യേശുവിന് മാത്രമാണ് എൻ്റെ മേലുള്ള അവകാശം. ഇങ്ങനെ നിങ്ങൾ സമർപ്പിക്കുമോ? ഇപ്പോൾ തന്നെ തീരുമാനിക്കുമോ? കരങ്ങൾ ഉയർത്തുകയും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം. കരുണയുള്ള കർത്താവേ, ജീവദായകമായ തിരുവഴികൾക്കായി സ്തോത്രം. സ്വർഗീയ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവെ, അയോഗ്യരും അനർഹരുമായി ഞങ്ങളെ അവിടെ സ്നേഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പാവച്ചെളിയെല്ലാം തിരക്തത്തിൽ കഴിയുന്നതിനായി സ്തോത്രം. ഈ മക്കളെല്ലാം അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ കർത്താവ്. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും മേൽ തൃക്കരം വയ്ക്കണമേ. എൻ്റെ നാഥ, നിൻ്റെ രണ്ടാമത്തൊരു വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.